ക്യാമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, അതായത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB സ്ഥിരമായിട്ട് ചോദിക്കുന്ന കോർപ്പറേഷനിലെ, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കോർപ്പറേഷനിലെ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ ഓപ്ഷൻസിൽ വരുന്ന ഓരോ ആൻസേഴ്സിൻ്റെയും ഡിസ്കഷൻസ്, അങ്ങനെ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ കോർപ്പറേഷനിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, എങ്ങനെയാണ് ഓപ്ഷനിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. അണ്ടിൽ ദ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാർഡ് ഡാഷ് വാസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ റൂറൽ ക്രെഡിറ്റ്. അതായത് അണ്ടിൽ ദ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാർഡ് ഡാഷ് വാസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ റൂറൽ ക്രെഡിറ്റ്. അതായത് നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആകുന്നത് വരെ ഡാഷ് വാസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ബാങ്ക് ഏതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യമേ നമ്മൾ നോക്കുന്നത് നബാർഡ് എന്ന് പറയുന്ന സംരംഭം എന്തായിരുന്നു, അല്ലെ? അപ്പൊ നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആകുന്നത് വരെ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നബാർഡ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം, ഇപ്പോൾ നബാർഡ് എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ആണ്. അപ്പൊ നബാർഡിന്റെ ഫുൾ ഫോം ഒന്ന് ആദ്യമേ ഒന്ന് നോക്കിയേ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ ഫുൾ ഫോം. അതായത് അഗ്രികൾച്ചറിലും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അപ്പെക്സ് ബാങ്ക്, അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നബാർഡ്. ഓക്കെ, അപ്പൊ ഈ നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1982 ജൂലൈ 12 നബാർഡ് എന്ന് പറയുന്ന ഈ അപ്പെക്സ് ഓർഗനൈസേഷൻ എക്സ്റ്റാബ്ലിഷ് ആയത്. അപ്പൊ 1982 വരെ, അല്ലെങ്കിൽ 1982 നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആകുന്നത് വരെ ആരായിരുന്നു റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആകുന്നത് വരെ റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ്. അതായത് സെൻട്രൽ ബാങ്കിന് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു മേഖല. അപ്പൊ ആ മേഖലയിൽ നിന്ന് RBI സ്വതന്ത്രമാകുന്നതിന് വേണ്ടി RBI തന്നെ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡ് എന്ന് പറയുന്ന കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ക്രാഫിക്കാർഡ് എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഫലമായിട്ട് രൂപീകരിച്ച സ്ഥാപനമാണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രാഫിക്കാർഡ് എന്ന് പറയുന്ന കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് നബാർഡ് RBI ആണ്. 1979 കമ്മിറ്റി വരുന്നത്. 1981 കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1981 തന്നെ നബാർഡ് ആക്ട് വരുന്നു. ആ നബാർഡിന്റെ ആക്ടിന്റെ പിൻബലത്തിൽ 1982 ജൂലൈ 12 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ എക്സ്റ്റാബ്ലിഷ് ആവുകയാണ്. ഓക്കെ, ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ഒരേ ഒരു റെക്കമെൻഡേഷൻ മാത്രമല്ല നബാർഡിന്റെ എക്സ്റ്റാബ്ലിഷ്മെന്റ്. ധാരാളം റെക്കമെൻഡേഷൻസ് ക്രാഫിക്കാർഡ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ദ ഔട്ട്സ്റ്റാൻഡിംഗ് റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാർഡ് എന്നാണ് നമ്മൾ നബാർഡിന്റെ ഫോർമേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഈ നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആകുന്നതിന് മുമ്പ് റൂറൽ ക്രെഡിറ്റ് ഹാൻഡിൽ ചെയ്തിരുന്ന RBI ആണ്. RBIക്ക് ഈ റൂറൽ ക്രെഡിറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി 2 ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് ആൻഡ് അഗ്രികൾച്ചറൽ റീഫൈനാൻസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അതായത് RBIക്ക് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു സംരംഭം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന 2 ഓർഗനൈസേഷനാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് ആൻഡ് അഗ്രികൾച്ചറൽ റീഫൈനാൻസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഈ 2 ഓർഗനൈസേഷന്റെയും ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ റിവ്യൂ കമ്മിറ്റി, അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പം നബാർഡ് ക്രാഫിക്കാർഡ് കമ്മിറ്റിയെ 1979 അപ്പോയിന്റ് ചെയ്തു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നബാർഡ് എന്ന് പറയുന്ന സംരംഭം രൂപീകരിക്കാം എന്നുള്ള തീരുമാനമുണ്ടായപ്പോൾ ഈ 2 ഓർഗനൈസേഷനെയും
മെർജ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എക്സ്റ്റാബ്ലിഷ് ആക്കുന്നത്? നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പൊ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് പ്ലസ് അഗ്രികൾച്ചർ റീഫൈനാൻസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പിന്നീട് എന്തായി മാറിയത്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ്, റൂറൽ ക്രെഡിറ്റിന്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നത്. ഓക്കെ, ഇത് CSEB എനിക്ക് തോന്നുന്നു ഒരു 10-12 പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നബാർഡിന്റെ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആകുന്നത് വരെ ആരായിരുന്നു റൂറൽ ക്രെഡിറ്റിനെ ഹാൻഡിൽ ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ അത് RBI ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. ഓക്കെ, നബാർഡ് എക്സ്റ്റാബ്ലിഷ് ആയ വർഷം ഓർത്തുകൊള്ളുക 1982 ജൂലൈ 12. നബാർഡിന്റെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഗ്രാഫിക് കാർഡ് കമ്മിറ്റി. കമ്മിറ്റിയുടെ കാലഘട്ടം 1979 to 1981 ആണ്. നബാർഡ് ആക്ട് വന്ന വർഷവും 1981 ആണ്. ഓക്കെ, നിലവിലത്തെ നബാർഡിന്റെ ചെയർമാൻ KV ഷാജിയാണ് ഓർത്തുകൊള്ളുക. ഓക്കെ, ഇതിലെ ബാക്കി ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. SBI അല്ലെ, എന്താണ് പബ്ലിക് സെക്ടറിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കാണ് SBI. നാഫെഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് ആണ്. നാഫെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ എന്താണത്? കേരള ബാങ്ക് ആയി മാറി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ശ്രദ്ധിച്ചോളുക. ഓക്കെ, അടുത്തത് IRDP. IRDP സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് എന്നാണ്. എന്താണ് IRDP? നോക്കിയേ, IRDPയുടെ ഫുൾ ഫോം ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IRDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് IRDP. ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫുൾ ഫോം നോക്കി, ഇന്ത്യൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്ട്. സെക്കൻഡ് വൺ ഇന്ത്യൻ റൂറൽ ഡയറി പ്രോജക്ട്. തേർഡ് വൺ ഇന്ത്യൻ റൂറൽ ഡയറി റിപ്പ് പ്രോജക്ട്. ഫോർത്ത് വൺ ആണ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. IRDP എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. ഈ IRDP എന്ന് പറയുന്ന പദ്ധതി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1978. IRDP introduced by അല്ലെങ്കിൽ launched by Government of India in 1978 and implemented in അത് ഇംപ്ലിമെന്റ് ചെയ്തത് and implemented in 1980 and continued still 1999. ഒന്നുകൂടി പറയാം, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം introduced by Government of India അല്ലെങ്കിൽ launched by Government of India in 1978 and implemented in 1980. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1978 ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ് IRDP. അത് ഇംപ്ലിമെന്റ് ചെയ്തത് 1980 അത് കണ്ടിന്യൂ ചെയ്തത് എന്ന് വരെ മാത്രമാണ്? 1999 വരെ മാത്രമാണ്. അതിനുശേഷം അത് ഉണ്ടായിരുന്നില്ല എന്നല്ല, അതിനുശേഷം ഈ IRDP പദ്ധതിയുടെ പേര് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന എന്നാണ് 1999 ഏപ്രിൽ 1 മുതൽ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പ്രോഗ്രാം സ്റ്റിൽ 1999 വരെയാണുള്ളത്. 1999 ഏപ്രിൽ 1 മുതൽ ഇതിനെ റീനെയിം ചെയ്ത് നമ്മൾ സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന എന്ന പേരിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് IRDP. അത് ലോഞ്ച് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് ലോഞ്ച് ചെയ്ത വർഷം 1978 ആണ്. അത് നമ്മൾ ഇന്ത്യയിലേക്ക് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ആവുന്നത് 1980 അത് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഓൺ 1999. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NCCT was established under the recommendation of Dash Committee. NCCT was established under the recommendation of Dash Committee. എന്താണ് NCCT? അല്ലേ, NCUIയുടെ കീഴില് സഹകരണ പരിശീലനവും സഹകരണ വിദ്യാഭ്യാസവും നൽകുന്നതിന് വേണ്ടിയുള്ള നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻ ആണ് ഏത്? NCUI എന്ന് പറയുന്നത്. ഇല്ലേ, സഹകരണ വിദ്യാഭ്യാസം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ ഗവേൺ, കൺട്രോൾ ആൻഡ് റെഗുലേറ്റഡ് ബൈ ഇൻ ഇന്ത്യ ഈസ് NCUI. അല്ലെ, ഇപ്പൊ NCUIയുടെ ധർമ്മം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഇന്ത്യ ഒട്ടാകെ പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. ഈ NCUI അവരുടെ ആ ഉത്തരവാദിത്തത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അത് NCCEIക്കും NCCETക്കും കൊടുത്തു.
അതായത് എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം ആര് നോക്കും? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം NCCE ഹാൻഡിൽ ചെയ്യും. കോപ്പറേറ്റീവ് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ആര് ഹാൻഡിൽ ചെയ്യും? NCCT ഹാൻഡിൽ ചെയ്യും. മനസ്സിലായല്ലോ? NCUI ആണ് ഇത് രണ്ടിന്റെയും കോർഡിനേറ്റർ. അവർ ആ ഉത്തരവാദിത്തത്തെ രണ്ട് ഓർഗനൈസേഷന് ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്, NCCEക്കും NCCTക്കും. ഇല്ലേ? എന്താണ് NCCE? ദി C ഫോർ എഡ്യൂക്കേഷൻ, T ഫോർ ട്രെയിനിങ്. അല്ലെ? നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, അല്ലെ? നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. അല്ലെ? NCCE works under NCUI, then NCCT are the control of NCUI. ഇവർ രണ്ടുപേരും ആരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്? NCUIയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാള് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മറ്റൊരാള് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് ഈ NCCT എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ രൂപീകരണത്തെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കിയേ, ഇതിന്റെ ഫുൾ ഫോം ആദ്യമേ നോക്കുക. നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്, ഇല്ലേ? എക്സ്റ്റാബ്ലിഷ് ആയ വർഷവും കൂടി ഒന്ന് ഓർത്തോളുക. 1976 ജൂലൈ 1 അത് എക്സ്റ്റാബ്ലിഷ് ആയത്. ന്യൂഡൽഹി ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇല്ലേ? നമുക്കറിയാം ഈ N സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ഓർത്തിരുന്ന് പഠിക്കാം നമുക്ക്, ഇല്ലേ? N സ്റ്റാർട്ട് ചെയ്യുന്ന മിക്കവാറും ഓർഗനൈസേഷൻ അല്ല, നാഷണൽ ലെവൽ ഓർഗനൈസേഷനേക്കാൾ ന്യൂഡൽഹി തന്നെയായിരിക്കും ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഈ NCCTയെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ നോക്കുക. സ്വാമിനാഥൻ കമ്മിറ്റി, SD മിശ്ര കമ്മിറ്റി, TA പൈ കമ്മിറ്റി, വൈദ്യനാഥൻ കമ്മിറ്റി. ആരാണ്? സ്വാമിനാഥൻ കമ്മിറ്റി, അതായത് MS സ്വാമിനാഥൻ കമ്മിറ്റി, അല്ലേ? അപ്പൊ NCCT കോപ്പറേറ്റീവ് ട്രെയിനിങ്, നാഷണൽ ലെവലിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണ്? MS സ്വാമിനാഥൻ കമ്മിറ്റി. ഓക്കെ, 1973 1973 കേട്ടോ. 1973-74 ആണ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ കാലഘട്ടം. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് സ്വാമിനാഥൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ഫോർമേഷൻ ഓഫ് NCCT. അതായത് CCT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു, കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഓക്കെ, രാജ്യാന്തരമായിട്ട് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ സഹകരണ വിദ്യാഭ്യാസ പരിശീലനം, റിസർച്ച് പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു CCT. സ്വാമിനാഥൻ കമ്മിറ്റി എന്ത് ചെയ്തു? ഈ CCT എന്ന് പറയുന്ന കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ നാഷണലൈസ് ചെയ്തു NCCT എന്ന് പറയുന്ന സ്ഥാപനമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ സ്വാമിനാഥൻ കമ്മിറ്റി അതുകൊണ്ട് നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്. എന്താണ്? കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അങ്ങനെ CSEB ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന പേരിൽ വിളിക്കുന്നത് ഏത് കമ്മിറ്റിയാണ്? MS സ്വാമിനാഥൻ അധ്യക്ഷനായിട്ടുള്ള സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ NCCTയുടെ ഫോർമേഷൻ സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. 1976 ജൂലൈ 1 രൂപീകരിച്ചത്. NCCT എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് NCUI ആണ്. CCT എന്ന് പറയുന്ന സ്ഥാപനത്തെ നാഷണലൈസ് ചെയ്തുകൊണ്ടാണ് NCCT രൂപീകരിച്ചത്. സ്വാമിനാഥൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. കമ്മിറ്റിയുടെ കാലഘട്ടം 1973-74 ആണ്. ഓക്കെ, നമുക്ക് കൂടെയുള്ള മറ്റ് ആളുകളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. അടുത്തതാരാണ് ഇതിന്റെ അകത്ത് പറയുന്നത്? SD മിശ്ര കമ്മിറ്റി കേട്ടോ. മിശ്ര എന്നാണ് കേട്ടോ. SD മിശ്ര കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് സ്റ്റഡി ടേം ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കേട്ടോ. സ്റ്റഡി ടേം ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എന്ന് പറയാം. അതായത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് MS സ്വാമിനാഥനും ട്രെയിനിങ്ങിനെ കുറിച്ച്, കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിശ്രയും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് കാലഘട്ടം പരിശോധിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. SD മിശ്ര 1961 വന്ന കമ്മിറ്റിയാണ് കേട്ടോ. അപ്പൊ സ്റ്റഡി ടേം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ 1961 എന്ന് ചോദിച്ചാൽ ഏതാണ്? SD മിശ്ര, MIS ആറാണ് കേട്ടോ. SD മിശ്ര കമ്മിറ്റി. TA പൈ കമ്മിറ്റി, നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഓക്കെ, അതാണ് TA പൈ കേട്ടോ. നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് TA പൈ കമ്മിറ്റി. വൈദ്യനാഥൻ കമ്മിറ്റി നിങ്ങൾക്കറിയാം, ടാക്സ് ഫോഴ്സ് കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്, ഇല്ലേ? ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് വൈദ്യനാഥൻ കമ്മിറ്റി. 2004 ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും 2005 ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും പഠിക്കാൻ നിയമിച്ച ടാക്സ് ഫോഴ്സ് കമ്മീഷൻ ഓൺ 3 ടയർ ക്രെഡിറ്റ് സ്ട്രക്ചർ.
അപ്പോയിന്റ് ചെയ്തത് 2004-ലും ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ ഓൺ റിവൈവൽ ഓഫ് ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതും 2005-ൽ വന്ന വൈദ്യനാഥൻ കമ്മിറ്റി, പ്രൊഫസർ എ വൈദ്യനാഥൻ എന്ന് പറയും. അപ്പൊ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ തന്നെ ആരും ഓർത്തോണം, വൈദ്യനാഥൻ കമ്മിറ്റിയെ ഓർത്തോണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു NCCT-യുടെ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആണ് പറഞ്ഞത്, MS സ്വാമിനാഥൻ കമ്മിറ്റി ആണെന്ന് പറഞ്ഞ് ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ, DV file is maintained by dash type of societies. DV ഫയല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റീസ് ആണ്? എന്താ DV ഫയല്? ഡിസ്ചാർജ് വൗച്ചർ ഫയൽ അല്ലെ, DV ഫയലിനെ വിളിക്കുന്നതാണ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്നാണ് DV ഫയൽ. എന്താണ് ഈ DV ഫയൽ അല്ലെ? അപ്പൊ DV ഫയലിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. അപ്പൊ എന്താ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, ദീർഘകാല വായ്പകൾ പ്രൊവൈഡ് ചെയ്യുന്ന സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചറിന് നമ്മൾ 2 ടയർ സ്ട്രക്ചർ ആണ് നമ്മുടെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ. ഏറ്റവും താഴെ PCARDBകളും അതിന് മുകളിൽ എന്താണ് KSCARDBയും. ഇതാണ് നമ്മുടെ സഹകരണ മേഖലയിലെ ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ അല്ലെ. 2 ടയർ സ്ട്രക്ചർ ആണ് ലോങ് ടൈം. അതിൽ PCARDBകളും KCARDB, PC പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ബേസ് ലെവലിലും, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് നമ്മൾ KS കാർഡ് ബാങ്ക് എന്നൊക്കെ പറയൂ അല്ലെ, അത് അപ്പെക്സ് ലെവലിലും ഉണ്ട്. ഇങ്ങനെ ലോങ് ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കുന്ന കസ്റ്റമറുടെ വായ്പ ആപ്ലിക്കേഷൻ മുതൽ ഗഹാൻ വരെയുള്ള കാര്യങ്ങൾ ഒരു ഫയലായിട്ട് സൂക്ഷിക്കും. ഒരു കസ്റ്റമറുടെ അദ്ദേഹത്തിന്റെ വായ്പ ആപ്ലിക്കേഷൻ മുതൽ ഗഹാൻ എന്നറിയാലോ നമ്മൾ എന്താന്ന്, രജിസ്ട്രേഷൻ ആണ് ഇല്ലേ? വസ്തുവോ വസ്തുജാമ്യത്തിന്മേലോ കെട്ടിട ജാമ്യത്തിലോ അല്ലെ മോർഗേജിന്മേലുള്ള രജിസ്ട്രേഷനെയാണ് നമ്മൾ ഗഹാൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഗഹാൻ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫയലാക്കി സൂക്ഷിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയും. ഓക്കെ, ആരാണ് ഈ DV ഫയലിന്റെ കസ്റ്റോഡിയൻ? അപ്പൊ ഒരു കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ ഫോം മുതൽ അദ്ദേഹത്തിന്റെ ഗഹാൻ രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങൾ ഒരു ഫയലാക്കി സൂക്ഷിക്കും. ഇത് ആര് കീപ്പ് ചെയ്യും? വാല്യുവേഷൻ ഓഫീസർ അല്ലെ. വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ. നോക്കിയേ, ലോങ് ടൈം എന്തുകൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ വന്നു? ലോങ് ടൈം വായ്പകളിലെ 2 ടയർ സ്ട്രക്ചർ ആണ്. അതിലെ ബേസ് ലെവൽ PCRDB ആണ്. ഒരു PCRDBയുടെ ഏരിയ ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. താലൂക്കിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, സഹകരണ മേഖല ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ വായ്പ ആപ്ലിക്കേഷൻ മുതൽ ഗഹാൻ വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫയലാണ്. അതിന്റെ കസ്റ്റോഡിയൻ വാല്യുവേഷൻ ഓഫീസർ എന്ന് നമ്മൾ പറയുന്ന അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും. അപ്പൊ ഇത് ആരാണ് ഈ DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സഹകരണ മേഖലയിലെ ലോങ് ടൈം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം, അതാണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇപ്പൊ ഇവിടെ ഓപ്ഷനിൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് തന്നുകൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് കറക്റ്റ് ചെയ്യാം? കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാം. PCRDB എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് ചൂസ് ചെയ്യായിരുന്നു. കൺസ്യൂമർ സൊസൈറ്റീസ് അല്ല അല്ലെ. കൺസ്യൂമർ സൊസൈറ്റിയാണ് നമ്മൾ വാർ ടൈം ബേബീസ്, ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ് എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെ എന്താണ്? മാർക്കറ്റിംഗ് സൊസൈറ്റികൾ അല്ലെ. പിന്നെ എന്താണ്? ഹൗസിംഗ് സൊസൈറ്റികൾ. ഇവർക്കൊന്നും എന്തില്ല? DV ഫയലില്ല. DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. സഹകരണ മേഖലയിൽ കോഓപ്പറേറ്റീവ് സ്ട്രക്ചറിൽ ലോങ് ടൈം ഫിനാൻസ് 2 ടയർ ആണ്. അതിൽ PCRDB പ്രൈമറി ലെവലും KS കാർഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ DV ഫയല് ഡിസ്ചാർജ് വൗച്ചർ ഫയലാണ്. അതിന്റെ കസ്റ്റോഡിയൻ വാല്യുവേഷൻ ഓഫീസർ, അദ്ദേഹം എല്ലായ്പ്പോഴും അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കെയർഫെഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സൊസൈറ്റി. കെയർഫെഡ് ഏത് തരത്തിലുള്ള സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? കെയർഫെഡ് ഏത് തരത്തിലുള്ള സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ്? നോക്കിയേ, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ആണോ,
ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണോ അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണോ? ഇതൊന്നുമല്ലേ. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോസസ്സിംഗ് സൊസൈറ്റികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഇതിൽ കേരഫെഡ് ഇതിൽ ഏത് തരത്തിലുള്ള പ്രോസസ്സിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? നമുക്കറിയാം റൂൾ 15 പ്രകാരം സഹകരണ സംഘങ്ങളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 13 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ടൈപ്സ് ആണ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പൊ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ഏത് ടൈപ്പിൽ വരുമെന്ന് അറിയാവോ? റൂൾ 15 2B വരുന്നതാണ് എന്ത്? പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. റൂൾ 15 2Bയിലാണ് എന്ത് വരുന്നത്? പ്രോസസ്സിംഗ് സൊസൈറ്റീസ് വരുന്നത്. പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ തന്നെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആൻഡ് അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്, അങ്ങനെ 3ആയിട്ട്. അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആൻഡ് അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പൊ റൂൾ 15 2Bയിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത്. ആ പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആൻഡ് അതർ പ്രോസസ്സിംഗ് എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അതിൽ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗിൽ വരുന്നതാണ് എന്ത്? കേരഫെഡ്. അപ്പൊ കേരഫെഡ് എന്തിന് ഉദാഹരണമാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ്. കേരഫെഡ് മാത്രമാണ് എന്ത്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ ഏതൊക്കെ വരും? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് ഫോം നമുക്ക് പഠിക്കാം. CTS, ക്യാപെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റികൾ ഏതൊക്കെയാണ്? C ഫോർ ക്യാപെക്സ്, T ഫോർ ടെക്സ്ഫെഡ്, S ഫോർ സെറിഫെഡ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ക്യാപെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി 2 എണ്ണമാണ്. അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതാണ്? റബ്കോ ആൻഡ് റെയ്ഡ്കോ. അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ഏതൊക്കെയാണ്? റബ്കോ, റെയ്ഡ്കോ. അത് നമ്മളൊരു അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? കേരള കോപ്പറേറ്റീവ് ആയുർവേദിക് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന സംരംഭമുണ്ട്. ആയുർവേദിക് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, അതായത് കോഴിക്കോട് മീൻചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മൾ അതർ പ്രോസസ്സിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, റൂൾ 15 2 പ്രകാരം പ്രോസസ്സിംഗ് സൊസൈറ്റികൾ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, അതർ പ്രോസസ്സിംഗ് ഉണ്ട്. 2Cയിൽ വരുന്നതാണ് അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആണ് കേരഫെഡ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണ് CTS എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. ക്യാപെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആണ് റബ്കോയും റെയ്ഡ്കോയും, ഇല്ലേ? പിന്നെ ഒരു അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് ആയുർവേദിക് ലിമിറ്റഡ്, കോഴിക്കോട് മീൻചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരഫെഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ആണ്. അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണെന്ന് ഓർത്തോളുക. 1987 കേട്ടോ കേരഫെഡ് എക്സ്റ്റാബ്ലിഷ് ആവുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ് കേരഫെഡിന്റെ പ്രൊഡക്റ്റുകളാണ് ഈ കേര എന്ന് പറയുന്ന സ്പെരിസ്റ്റാണ്. കേര ഗോൾഡ്, കേര കേസ്, ഇതൊക്കെ എന്തിന്റെ പ്രൊഡക്റ്റുകളാണ്? കേരഫെഡിന്റെ പ്രൊഡക്ട്സുകളാണ്. കേരഫെഡ് വർക്ക് ചെയ്യുന്നത് 2-tier സ്ട്രക്ചറിലാണ് കേരഫെഡ് വർക്ക് ചെയ്യുന്നതും എന്ന് ഓർക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേരഫെഡുമായി ബന്ധപ്പെട്ട് ഓർക്കുക. അത് എന്ത് ടൈപ്പാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ആണ്. അടുത്തത് സിമാസ്. സിമാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഈ സ്ഥാപനം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്? സിമാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്, അല്ലെ? സിമാസ് എന്ന് പറയുന്ന സ്ഥാപനം എന്താണ്? ആദ്യം ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ്. എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ് ആണ് സിമാസ്. ഈസ് അസോസിയേറ്റഡ് വിത്ത് ICA, NCUI, വാംനികോ, NCCT. അപ്പം നാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്, ഇല്ലേ? സിമാസ് ഈസ് റിലേറ്റഡ് വിത്ത് ICA. ICAയുടെ എഡ്യൂക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സിമാസ്. ICAയുടെ എഡ്യൂക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സിമാസ്. എന്താണ്?
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയലൈസ് അഡ്വൈസറി സർവീസ്. റീസെന്റ് ആയിട്ട് നടന്ന CSEB പരീക്ഷയിൽ ചോദിച്ചതാണ്. ആദ്യമേക്ക് ചോദിച്ചുകൊണ്ടിരുന്ന സിമാസ് ഇത് തന്നെ, അസോസിയേറ്റഡ് വിത്ത് ICA എന്നായിരുന്നു ചോദിച്ചിരുന്നത്. കഴിഞ്ഞ 2 പരീക്ഷകൾക്ക് മുമ്പുള്ളൊരു CSEB പരീക്ഷയിൽ ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിരുന്നു. ഓക്കെ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ICA. ICAയുടെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ, ട്രെയിനിങ് പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് സിമാസ്. ഓക്കെ, then the next question. People's Bank for Northern India was written by dash. People's Bank for Northern India was written by dash. ഓക്കെ, അതായത് ഈ ബുക്സ് അല്ലെ, അതൊരു പബ്ലിക്കേഷൻ ആണ്. ഈ പബ്ലിക്കേഷൻ എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? റോബർട്ട് ഓവൻ ആണോ, ഡോക്ടർ വില്യം കിങ് ആണോ, ഡ്യൂപ്പണിക്സ് ആണോ? നൺ ഓഫ് ദീസ്. ആരെഴുതിയിരിക്കുന്നത്? പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. ആരുടെ ബുക്സ് ആണ്? ഡ്യൂപ്പണിക്സ് അല്ലേ? ഡ്യൂപ്പണിക്സിന്റെ ബുക്സ് ആണ്. അതായത് 1904 സഹകരണ നിയമത്തിന്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് സൂചിപ്പിക്കുന്ന എന്താണ്? ഡ്യൂപ്പണിക്സിന്റെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിലെ പരാമർശം അല്ലേ? അദ്ദേഹം ആ ബുക്സിൽ പറയുന്നുണ്ട്, റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിർബന്ധമായും റൂറൽ ഏരിയയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വിവരം അദ്ദേഹത്തിന്റെ ബുക്സായ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യയിൽ പറയുന്നുണ്ട്. അത് ഡ്യൂപ്പണിക്സിന്റെ ബുക്കാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ നോക്കിയേ, റോബർട്ട് ഓവൻ, വില്യം കിങ്, ഇവരുടെയൊക്കെ പബ്ലിക്കേഷനെ ഒന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. റോബർട്ട് ഓവൻ ഇല്ലേ, ഫാദർ ഓഫ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് നിക്കോൾസൺ ആണ് അല്ലെ, ഫെഡറിക് നിക്കോൾസൺ ആണ്. അപ്പൊ റോബർട്ട് ഓവന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി അല്ലെ, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി റോബർട്ട് ഓവന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെന്റ് റോബർട്ട് ഓവന്റെ ബുക്കാണ്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ഡോക്ട്രിൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ഇതൊക്കെ ഓർത്തിരുന്നോണം, റോബർട്ട് ഓവനുമായി റിലേറ്റഡ് ആയി. ഏതൊക്കെയാണ്? എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെന്റ്, ഡോക്ട്രിൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ് അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്. ഡോക്ടർ വില്യം കിങ് എന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന എന്താണ്? കോപ്പറേറ്റർ അല്ലെ, സഹകരണ മേഖലയിലെ ആദ്യത്തെ പബ്ലിക്കേഷൻ കോപ്പറേറ്റർ ആണ് അല്ലെ. അതാരുടെയാണ്? ഡോക്ടർ വില്യം കിങ്ങിന്റെയാണ്. ഓക്കെ, അപ്പൊ വില്യം കിങ് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും ഏത് രാജ്യത്തെ കോപ്പറേറ്റേഴ്സ് ആയിരുന്നു? ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റേഴ്സ് ആയിരുന്നു അല്ലെ. റോബർട്ട് ഓവന്റെ അനുയായിയായിരുന്നു ഡോക്ടർ വില്യം കിങ്. ഓക്കെ, അപ്പൊ ഡ്യൂപ്പണിക്സിന്റെ ഫേമസ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ആണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. റോബർട്ട് ഓവന്റെ എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയോൺമെന്റ്, ദെൻ ഡോക്ട്രിൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ്. വില്യം കിങ് എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ ഫേമസ് പബ്ലിക്കേഷനായ കോപ്പറേറ്റർ ഓർത്തോളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഗുലേറ്റഡ് മാർക്കറ്റ് എക്സ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഇയർ. ഏത് വർഷമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് എക്സ്റ്റാബ്ലിഷ് ആയത്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ, നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലാണ് അല്ലേ. 1926, 29, 28, 27 ആകെ ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ് റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ലെ? റെഗുലേറ്റഡ് മാർക്കറ്റ് എന്ന് പറയുന്ന സംവിധാനം ഏത് സഹകരണ സ്ഥാപനവുമായി അല്ലെങ്കിൽ ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി അല്ലെങ്കിൽ ഏത് ക്ലാസിഫിക്കേഷൻ, ഏത് ടൈപ്സുമായിട്ട് ബന്ധമുള്ളതാണ്? മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോഴേ തന്നെ അറിയാം അല്ലെ, ഏത് മാർക്കം? മാർക്കറ്റിംഗ് സൊസൈറ്റി അല്ലെ. മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് ഏത്? റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ലെ. നമുക്ക് ചോദിക്കാൻ, നമുക്ക് പഠിക്കാനുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ കുറെ ടൈംസ്, ട്രേഡ് ഡെപ്പോസിറ്റ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഇൻവെന്ററി കൺട്രോള്, വിൻഡോ ഡ്രസ്സിങ്, ഇങ്ങനെയുള്ള കുറെ ടേംസ് വന്നിട്ട് ഇതൊക്കെ എന്തുമായി റിലേറ്റഡാണ്? കൺസ്യൂമർ സൊസൈറ്റി. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ട്രേഡ് ക്രെഡിറ്റ്, ഇതുപോലെ തന്നെ റെഗുലേറ്റഡ് മാർക്കറ്റ്, പിന്നെ എന്താണ് നമ്മുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കീ ഓർ പ്ലഡ്ജ് ലോണ്, ഇതൊക്കെ എന്തുമായി റിലേറ്റഡ് ആണ്? മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ റെഗുലേറ്റഡ് മാർക്കറ്റ് ഈസ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ദ റെഗുലേറ്റഡ് മാർക്കറ്റ് വാസ് റെക്കമെൻഡഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്. ഇങ്ങനെ ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. റെഗുലേറ്റഡ് മാർക്കറ്റ് 6, റോയൽ കമ്മീഷൻ
ഇല്ലേ? തെറ്റൂല അല്ലേ? നമ്മൾ ഒരുപാട് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഇല്ലേ? അപ്പോൾ ചെറിയ ഇങ്ങനെ നുറുക്ക് വിദ്യയിലേക്കൂടെയൊക്കെ ഓർത്തിരുന്നാലുണ്ടല്ലോ നമുക്ക് തെറ്റാതെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, റെഗുലേറ്റഡ് മാർക്കറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഈസ് റിലേറ്റഡ് വിത്ത്, ഓക്കെ, ഇതിൽ തന്നെയുണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പം നമ്മൾ റെഗുലേറ്റഡ് മാർക്കറ്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റിഫ്രഷ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡാഷ്. റിഫ്രഷ് എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഏതോ ഒരു സഹകരണ സംഘത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. അത് ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PSCSന്റെ ആണോ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ആണോ, മിൽമയുടെ ആണോ, മാർക്കറ്റ് ഫെഡിന്റെ ആണോ, റബ്ബർ മാർക്കറ്റ്? റിഫ്രഷ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മിൽമ അല്ലെ? മിൽമ, അതായത് KCMMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിൽമ എന്ന പേരിൽ വിളിക്കുന്നത് അല്ലേ? അപ്പൊ റിഫ്രഷ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? മിൽമയുടെ പ്രൊഡക്റ്റ് ആണ് ഇല്ലേ? റിഫ്രഷിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഇല്ലേ? ചോക്കോ ബൈറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ മിൽമയുടെ പ്രൊഡക്ട്സുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് റിഫ്രഷ്. ഓക്കെ, അപ്പൊ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിന് അതിന് പ്രത്യേകിച്ച് പ്രൊഡക്ട്സുകളൊന്നും ഇല്ലേ? താഴെ പറയുന്ന ഈ മിൽമയൊക്കെ ആണെങ്കിൽ 3 tier സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ പ്രൈമറി തലത്തിലുള്ള സൊസൈറ്റികളെയാണ് നമ്മൾ ആപ്കോസ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ റീജിയണൽ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻസുകളുണ്ട്. അപ്പെക്സില് KCMMF ഉണ്ട് ഇല്ലേ? അപ്പൊ റിഫ്രഷ് എന്ന് പറയുന്നത് മിൽമയുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മിൽമ എന്ന് പറയുന്നത് KCMMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ അതിന്റെ ട്രേഡ് നെയിം ആണ് നമ്മൾ മിൽമ എന്ന് വിളിക്കുന്നത്. അവർ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റിഫ്രഷ് എന്ന് പറയുന്ന ഒരു ജ്യൂസാണ്, ഫ്രൂട്ട് ജ്യൂസാണ്. ഓക്കെ, മാർക്കറ്റ് ഫെഡ് അല്ലെ? മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ആണ് മാർക്കറ്റ് ഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ് കേരജം എന്ന് പറയുന്ന കോക്കനട്ട് ഓയിൽ. മാർക്കറ്റ് ഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിലവിലെ മാർക്കറ്റ് ഫെഡ്സ് മെനി ഫുഡ്സ് എന്ന് പറയുന്ന പേരിൽ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊഡക്ട്സുകളും മെനി ഫുഡ്സ് എന്ന് പറയുന്ന പേരിൽ മാർക്കറ്റ് ഫുഡ്സ് വിപണിയിൽ എടുക്കുന്നുണ്ട്. റബ്ബർ മാർക്ക് ഇല്ലേ? ആ മാർക്കറ്റിംഗ് സൊസൈറ്റികളെ കേരളത്തിലെ 2 തരത്തിലാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഒന്ന് മാർക്കറ്റ് ഫെഡും മറ്റൊന്ന് റബ്ബർ മാർക്കും ഇല്ലേ? അത് റബ്ബർ മാർക്കാണ്. ഫെർട്ടിലൈസേഴ്സ് ആണ് റബ്ബർ മാർക്കിന്റെ പ്രൊഡക്റ്റുകൾ. ഭാരത് ജൈവ, കേര ജൈവ, പെരിയാർ മിക്സർ, ഇതൊക്കെയാണ് ആരുടെ പ്രൊഡക്റ്റ്? റബ്ബർ മാർക്കിന്റെ പ്രൊഡക്ട്സ്. അപ്പൊ നോക്കിയേ, മിൽമയുടെ റിഫ്രഷ് ഉണ്ട്, ചോക്കോ ബൈറ്റ്സുകളൊക്കെ മിൽമയുടെ പ്രൊഡക്ട്സ് ആണ്. മാർക്കറ്റ് ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ് കേരജം എന്ന് പറയുന്ന കോക്കനട്ട് ഓയിൽ. റബ്ബർ മാർക്കിന്റെ ഫെർട്ടിലൈസേഴ്സ് ആണ് ഭാരത് ജൈവ, കേര ജൈവ, പെരിയാർ മിക്സർ, ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വർഷവും കൂടി ഒന്ന് നോക്കാം. മിൽമ എക്സ്റ്റാബ്ലിഷ് ആയത് 1980-ലാണ്. മാർക്കറ്റ് ഫെഡിന്റെ വർഷം 1960-ആണ്. റബ്ബർ മാർക്കിന്റെ വർഷം 1971. നോക്കിയേ, 1980, 1960, 1971 വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. മാർക്കറ്റ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. റബ്ബർ മാർക്കും എവിടെ തന്നെയാണ്? എറണാകുളമാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ടൈപ്പാണ്? മാർക്കറ്റിംഗ് ടൈപ്പ് സൊസൈറ്റിയാണ്. ഈ മാർക്കറ്റിംഗ് ടൈപ്പ് സൊസൈറ്റികളുടെ രണ്ടിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. അപ്പൊ റിഫ്രഷ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മിൽമ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. KCC can be formed for financing അല്ലെങ്കിൽ KCC can be used for financing. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്, എന്തിനൊക്കെ ഫിനാൻസിങ് നൽകുന്നതിന്, എന്തിനൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിസാൻ ക്രെഡിറ്റ് കാർഡാണ് KCC എന്ന് വിളിക്കുന്നത്. ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്? നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആരുടെയാണ്? നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഏത് വർഷം? 1998, 1998 നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. KCC റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് RV ഗുപ്ത കമ്മിറ്റി. KCCയുടെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് RV ഗുപ്ത കമ്മിറ്റി. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നബാർഡ് ഇൻ 1998, റെക്കമെൻഡഡ് ബൈ RV ഗുപ്ത കമ്മിറ്റി. ഓക്കെ, അത് എന്തിനൊക്കെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനൊക്കെയാണ്? A and B, പ്രൊഡക്ഷൻ ക്രെഡിറ്റിനും കൺസംഷൻ ക്രെഡിറ്റിനും എന്ത് നൽകുന്നുണ്ട്? KCC പ്രകാരം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും കൺസംഷൻ പ്രകാരമുള്ള കാര്യങ്ങൾക്കും എന്ത് നൽകുന്നുണ്ട്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ് അല്ല, അല്ലെ? പ്രൊഡക്ഷൻ ക്രെഡിറ്റ് ആൻഡ് കൺസംഷൻ എയ്ഡ്. അതാണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. സ്ഥിരം CSEBകളിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസും ഇങ്ങനെ തന്നെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങ് മാത്രമല്ല KCC സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, KCC നബാർഡിന്റെ ആണ്. 1998 ഇൻട്രൊഡ്യൂസ് ആയത്. അത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി RV ഗുപ്ത കമ്മിറ്റിയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ കാലാവധി 5 വർഷമാണെന്ന് ഓർത്തിരിക്കുക. KCCയുടെ പീരീഡ് എത്രയാണ്? 5 years ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, then next question. CAPE was registered as per dash act. കേപ്പ് ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്? എന്താണ് കേപ്പ് എന്ന് പറഞ്ഞാൽ? കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ് കേപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെ? കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതായത് സഹകരണ മേഖലയിലെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻസിലെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ഫുള്ളി ഗവേൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ 1999 ഏപ്രിൽ 7 കേപ്പ് എക്സ്റ്റാബ്ലിഷ് ആയത്, അല്ലെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ 1997 ഏപ്രിൽ 7 എക്സ്റ്റാബ്ലിഷ് ആയതാണ് കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രമാണ്. കേപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോബാങ്ക് ടവർ. ബിൽഡിംഗ് ഏതാണ്? കോബാങ്ക് ടവർ ആണ് ബിൽഡിംഗ്, ഇല്ലേ? അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. KCS ആക്ട് ആണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണോ? ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ ആക്ട് ആണോ? ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ സി, ഇല്ലേ? ആ ആക്ടിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് 1955. ഇതാണ് ആക്ടിന്റെ കറക്റ്റ് പേര്. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് വർഷം 1955. ഈ ആക്ട് പ്രകാരമാണ് കേപ്പ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്, ഇല്ലേ? 1999 രജിസ്റ്ററായി. ട്രിവാൻഡ്രമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. കോബാങ്ക് ടൗൺ ആണ് ബിൽഡിംഗ് നെയിംസ്. അതിന് സ്ഥിതി ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ ഗവേൺ ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ 26 മെമ്പേഴ്സ് ആണുള്ളത്. CSEB ചോദിക്കുന്നതാണ് കേപ്പിനെ ഗവേണൻസ്. 26 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കേപ്പിന്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ആ ഗവേണിംഗ് ബോഡിയുടെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ്, CM-ഉം 25 പേരും ചേർന്ന് 26 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കേപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേപ്പിന്റെ ഗവേണിംഗ് ബോഡി, അല്ലെ? ഗവൺമെന്റ് ബോഡിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? 26 മെമ്പേഴ്സ് ഉണ്ടാവും. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ശ്രീ പിണറായി വിജയനാണ് കേപ്പിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷൻ. കൂടാതെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും കൂടി ഉണ്ട് കേപ്പിന്. കേപ്പിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ആണുള്ളത്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മിനിസ്റ്ററാണ് കേട്ടോ. കേപ്പിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ഉണ്ട്. ആ 7 മെമ്പേഴ്സിന്റെ ഹെഡ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തലവൻ എന്നറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് മിനിസ്റ്ററാണ്. അപ്പൊ ഗവേണിംഗ് ബോഡിയുടെ തലവൻ CM, അല്ലെ? മുഖ്യമന്ത്രിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മിനിസ്റ്ററും ആണെന്ന് ഓർക്കുക.